അപ്പോൾ അടിപൊളി വൈൻ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. നല്ല കട്ടിയായി, സൂപ്പർ. ഇത് ഞാവൽപ്പഴത്തിൻ്റെ സീസണല്ലേ. 1 കിലോ ഞാവൽപ്പഴം അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട്. അത് പകുതി തിന്നു കേട്ടോ. ബാക്കി നമുക്ക് വൈൻ ഉണ്ടാക്കാം. അടിപൊളി വൈൻ, സൂപ്പർ വൈൻ. ഞാവൽപ്പഴം നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു 1 കിലോളം പഞ്ചസാര ഇടണം. ഞാൻ കുറച്ച് ഷുഗർ ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഞെരടി അതിൻ്റെ കുരു മാറ്റിയെടുക്കണം. കുറച്ച് കഷ്ടമാണ് കേട്ടോ, എന്നാലും ക്ഷമയോടെ ചെയ്തേ പറ്റുള്ളൂ. നല്ല ഹോട്ട് വൈൻ കിട്ടണമെങ്കിൽ സൂപ്പർ വൈനാണ് റിസൾട്ട്. അപ്പോൾ അതിലേക്ക് നല്ല വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പിന്നെ ഏലക്കായി, പട്ട, കറാമ്പൂ എന്നിവ ആവശ്യത്തിന് ചേർക്കുക. അതിനുശേഷം നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുത്ത് വന്ന നമ്മുടെ ഞാവൽപ്പഴം തിളപ്പിച്ചെടുത്തത് അതിലേക്ക് ആവശ്യത്തിന് ഈസ്റ്റ് ചേർത്തിട്ട് നന്നായി ഇളക്കുക. ആ ഇളക്കുന്ന സ്പൂണ് മരത്തിൻ്റെ തവി തന്നെ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഒരു കുക്കിംഗ് സമയത്ത് കത്തി കയറിപ്പോയി. സാരമില്ല, നമുക്ക് അതൊന്നും കെയർ ചെയ്യണ്ട. തുടങ്ങട്ടെ. കുപ്പി റെഡി ആയിട്ട് എടുക്കാൻ പറ്റില്ല, ഭാരമുണ്ട് കൈ. ആയിട്ട് അടച്ചു വെച്ചിരിക്കുന്ന വൈൻ കുപ്പി തുറക്കുകയാണെന്നല്ലേ. അതായത് നമ്മുടെ നാവളമ്പഴത്തിൻ്റെ ജ്യൂസ്. അതിനെ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇളക്കുന്നു. നന്നായി അവസാനത്തെ, ഇന്നിപ്പോൾ എത്ര ദിവസമായി? ഏകദേശം 7 ദിവസം കഴിഞ്ഞു കേട്ടോ. ദിവസമൊന്നും ഓർമ്മയില്ല. ഡെയിലി ഇളക്കണം ക്ലോക്ക് വൈസിൽ. ഓക്കെ, നമുക്ക് അരിച്ചെടുക്കാം. ഒരു നല്ല തുണി എടുത്ത് പിഴിഞ്ഞ് അതിൽ കൂടെ അരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ അരിപ്പ് യൂസ് ചെയ്യുന്നു. അടിപൊളി
വൈൻ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. നല്ല കട്ടിയായി. കുപ്പിയിൽ അടപ്പൊക്കെ ഉള്ള കുപ്പിയിൽ നമുക്ക് നമ്മുടെ അബ്സെൻറ്റിൻ്റെ കുപ്പിയാണ്. ഇത് നന്നായിട്ട് ഊറുമ്പോൾ പ്യുവർ കളറായി മാറും. ആ കളർ ഞാൻ പിന്നെ കാണിച്ചു തരാം. അബ്സെൻറ്റിൻ്റെ പരസ്യമാണ്. ഇനി ഒരു കുപ്പിയും കൂടി എടുക്കാം. അപ്പോൾ ഞാവലും പഴം അല്ലെങ്കിൽ ബ്ലാക്ക് ജാമുൻ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. ഗ്രീൻ ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എൻ്റെ കാർഡിലും കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്